ഞാൻ സോണിയുടെ കമ്പനി ആർട്ടിസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. സോണിയുടെ സ്വന്തം ആള്. മോനെ കൊള്ളാം. ഇത് മൊത്തത്തിലൊരു പാക്കേജാണ്. അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു എന്തൊരു തന്നേ പറ്റുള്ളൂ താടാ. എനിക്കത് തന്നു ഞാൻ അടുത്തതൊക്കെ കിട്ടും. എന്നിട്ടൊക്കെ അഭിനയം തുടങ്ങി. അല്ല, ഇതിൽ കയറിയാൽ പിന്നെ അങ്ങനെ ഇറങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ്. വെടിപ്പുറയ്ക്ക് തീ കൊടുത്തിട്ട് അമിത് ഇങ്ങനെ ഇരിക്കുകയാണ്. അടി ഉണ്ടാക്കുന്നതൊക്കെ മറ്റുള്ളവര്. ഞാൻ സീരിയസ് ഒന്നും കാണും. അതിൻ്റെ അകത്ത് ഞാൻ ആ ചിരി ഇരിച്ചിട്ടുണ്ടോ. അത് ഭയങ്കര കൺഫ്യൂസിങ് ചോദ്യം. ഈ സ്ക്രിപ്റ്റ് ഒരു മോശം സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിലും ഞാൻ ഈ സീരീസ് ചെയ്ത് തന്നെ. അപ്പോൾ ഞാൻ ആ സമയത്ത് വെറുതെ എനിക്കൊരു വർക്ക് അത്യാവശ്യമായിരുന്നു. ഭയങ്കര കാലഘട്ടമായിരുന്നു 2 ആഴ്ച. തിയേറ്ററിൽ ആൾ വരുന്നില്ല. സോ അത് ഇങ്ങനെ നമുക്കിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കുത്തുമായിരുന്നു. നല്ലതും ചീത്തയും പറയണം, അത് വേണം. അത് ഒരു ബാലൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടി. എനിക്ക് അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഭയങ്കര സ്ട്രെസ്ഡ് അല്ല ഒരിക്കലും. ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മേഷ് എടുത്ത് നോക്കണ്ടല്ലോ, ചുമന്നോ എന്ന് പച്ച കണ്ടാലും തകർന്നു പോകും നമ്മൾ. തിയേറ്ററിൽ നമ്മളില്ല, നമുക്ക് OTT പ്ലാറ്റ്ഫോം സോണി ലെവൽ മാത്രമേ ഉള്ളൂ. ഈ ഫോർമുല അറിയായിരുന്നെങ്കിൽ പിന്നെ നമ്മളങ്ങ് തകർത്തേനെ. ഹായ്, റിപ്പോർട്ടർ ടിവിയോടൊപ്പം ജയ് മഹേന്ദ്രൻ ടീമാണുള്ളത്. ഷിൻസ്, സൈജു കുറുപ്പ്, മിയ, അമിത്. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഈ സീരീസിൻ്റെ ട്രെയിലർ കാണുന്ന സമയം തൊട്ടും പിന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രൊമോകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയം തൊട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സൈജു കുറുപ്പിൻ്റെ ആ വക്രിച്ച ചിരിയായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു എനിക്ക് ഭയങ്കര അതിൻ്റെ ട്രെയിലർ കാണുന്ന സമയത്ത് ഈ പ്രതീക്ഷ തന്ന് നടത്തിക്കില്ല എന്ന് പറയുന്ന ഒരു ചിരിയുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സിഗ്നേച്ചർ സാധനമായിട്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. പ്രമോസിലും ഉണ്ട്, ആ ഓൺലൈൻ മീഡിയ എന്നുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അപേക്ഷ കൊണ്ടുവരുന്നൊക്കെ പറയുന്ന സമയത്തും ഇത് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണോ അതോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടറിന് ഒരു സിഗ്നേച്ചറായിട്ട് ഒരു ചിരി വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സ്വാഭാവികമായിരിക്കാം, എന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിരി ഉണ്ടായിരിക്കാം. വെച്ചാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചിരി എന്ന് പറഞ്ഞാൽ ആ ചിരി എങ്ങനെ ഉണ്ടാക്കേണ്ടത് കറക്റ്റായി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇപ്പം ചില ക്യാരക്ടേഴ്സിന് ചില ആക്ഷൻസ് കൊടുക്കുമല്ലോ, അവരുടെ ഒന്ന് ഡിസ്റ്റിങ്റ്റ് ആയി നിർത്താം. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് വെള്ളിമൂങ്ങയിലെ കഥാപാത്രം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചിരി തിരിക്കുമല്ലോ ബിജു മേനോന്റെ ക്യാരക്ടർ. അപ്പൊ അങ്ങനത്തെ ഇതിനകത്ത് ഉദയനാട് താരത്തിനകത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ അല്ലേ സ്ഥിരം. അതെന്താ സംഭവം അറിയാം, നമ്മുടെ ഉള്ളില് നമ്മൾ അഭിനയിക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഈ സാധനം ഉണ്ടല്ലോ. അതായത് ഇയാൾ ഇങ്ങനെ ഉഴപ്പാനുള്ള പരിപാടിയാണ്, അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ നമ്മള് പ്രൊമോസിലെല്ലാം അതാ കാണിച്ചിട്ടുണ്ട്. ഫൈനൽ 4ാമത്തെ പ്രൊമോയിലാണ് ഇയാൾ ഒരു മിനിസ്റ്റർ വിളിക്കുകയും, ഇദ്ദേഹത്തിന്റെ വോയിസ് ആണത്, മിനിസ്റ്റർ വിളിക്കുകയും ഞാൻ പെട്ടെന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയായി എല്ലാ ഫോമും റെഡി ആവുന്നു. അതെ, അപ്പൊ എല്ലാം ശരിയാവുന്നു. അപ്പോൾ അതുകൊണ്ടത് ബാക്ക് ഓഫ് ദ മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചിരി വന്നത്. അത് അതിനെപ്പറ്റി ഞാൻ ബോധവാനല്ല. ഞാനത് വിചാരിച്ചു ശരിക്കും സിഗ്നേച്ചർ സ്റ്റൈലായിട്ട് വെച്ചതാണെന്നായിരുന്നു ഞാൻ ലൈക് ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നി. അത് കണ്ടപ്പോ മനസ്സിലായില്ല, ഇത് നടത്തി തരാം. അത് ആ ക്യാരക്ടറിന്റെ ഒരു സംഭവമാണ്. അപ്പൊ അത് എന്തായാലും എനിക്ക് തോന്നുന്നത് അത് ഉദ്ദേശിച്ചത് അവിടെ കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ ഉദ്ദേശിച്ചല്ലെങ്കിൽ പോലും ഞാൻ സീരിയസ് ഒന്നും കാണും. അതിൻ്റെ അകത്ത് ഞാൻ ആ ചിരി ഇരിച്ചിട്ടുണ്ടോ. പിന്നെ ഇതിനകത്ത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണല്ലോ. അപ്പൊ നമുക്ക് പൊതുവേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ വരാറില്ല നമ്മുടെ മൈൻഡിലേക്ക്, നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഇതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഡ്രസ്സാണ് കുറച്ച് വരാറ്. അപ്പം ഈ ഒരു പോയിന്റും ഈ ഡ്രസ്സിന്റെ കാര്യവും ഇച്ചിരി വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു ഈ കഥാപാത്രം. ഈ കഥാപാത്രം സാമൂഹ്യ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണോ അങ്ങനത്തെ ഒരു? അല്ല, അതായിരിക്കാം ആ ഡ്രസ്സ് തന്നത്. അല്ലെങ്കിൽ ചിലപ്പം മഹേന്ദ്രൻ അതൊരു യൂണിഫോം ആയിട്ട് കരുതുന്നതായിരിക്കാം. അയാളുടെ യൂണിഫോം ആണത്. അപ്പൊ എല്ലാ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ ഇതാണ്. വീട്ടിൽ പക്ഷേ വേറെ വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല, വേറെ കളർഫുൾ ഡ്രസ്സൊക്കെ ഇടുന്നത്. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുവാണ്. അപ്പോഴാണ് പിന്നെ നമ്മൾ ട്രെയിലറിൽ വേറെ കുറച്ച് നീല കളറും ഗ്രീൻ കളറിലേക്ക് ഡ്രസ്സുകൾ, ഐ മീൻ ഷർട്ട്സ് കാണുന്നത്. വൈറ്റ് ആൻഡ് വൈറ്റിന് ഒരു രാഷ്ട്രീയക്കാരനാണോ അല്ലയോ എന്ന് സംശയം, അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇയാളെ ബഹുമാനിക്കണമല്ലോ അല്ലേ രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ. അത് കൂടാണ്ട് പീസിന്റെ ഒരു കളറാണല്ലോ, എല്ലാവരോടും ഒരു പീസ്. അതെ അതെ അതെ. അപ്പം അതൊക്കെ ആയിരിക്കാം. ഇനിയിപ്പോൾ എന്താണ് റൈറ്റർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സംവിധായകൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കത് തന്നു, ഞാൻ അടുത്തതൊക്കെ കിട്ടും. എന്നിട്ടൊക്കെ അഭിനയം തുടങ്ങി. ഇപ്പം നമ്മുടെ സർക്കാരുകൾ തന്നെ പ്രധാനമായിട്ടും പറയുന്ന ഈ ചുവപ്പുനാട പ്രശ്നങ്ങൾ കഴിഞ്ഞു, ജനങ്ങളെ ചുറ്റിക്കാനൊന്നും പറ്റുന്ന രീതിയിലല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സീരീസ് നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് ആളുകൾക്ക് കണക്റ്റ് ആവുന്ന, നമ്മളൊരു കുഞ്ഞ് സർട്ടിഫിക്കറ്റിന് പോയി കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങളൊക്കെ വരണമെന്ന് ഒക്കെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ സർക്കാർ തന്നെ ഈ പറഞ്ഞതുപോലെ പല പല പരസ്യങ്ങൾ ഇറക്കുന്ന ഒക്കെ ഉണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ സീരീസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്, ചുവപ്പ് നാടകളുടെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ? പിന്നെ ആളുകൾ
ഒരു റെസ്പോൺസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. ചുവപ്പ് നാട മാറി എന്ന് പറയുന്നവരും ഉണ്ടാവും, ചുവപ്പ് നാട ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നവരുണ്ടാവും. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എന്തായിരുന്നു പറയൂ? എല്ലാവർക്കും പറയാം. എനിക്ക് ചുവപ്പ് നാട മറ്റേ ഈ tag അതല്ലേ ഉദ്ദേശിച്ചത്? അതെ 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 ആ, ഒരു അതായത് ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചുവപ്പ് നാട ഈ സംഭവം അതായത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചുവപ്പ് നാടാന്ന് പറഞ്ഞാൽ എന്താ? സർക്കാർ ഫയലിൽ ഒരു tag ഉണ്ട്. ഓ നാടാ ഓ അത് ശരി. എന്താണ് ഈ വേർഡ് എനിക്ക് മനസ്സിലാകുന്നില്ല. റെഡ് ടേപ്സ് എന്ന് പറയില്ലേ, അതായത് ഒരു കാര്യത്തിന് പോയാൽ ചുറ്റും ഈ ഫയൽ ഒന്ന് സെറ്റ് ആവും. അതിനുവേണ്ടി അപ്പൊ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സീരീസ് ചെയ്യുന്ന സമയത്ത് കുറെ കൂടെ ഡീപ്പായിട്ട് മനസ്സിലായി നമ്മുടെ ലൈക് ബ്യൂറോക്രസി വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ ആണെന്ന്? ആ കാര്യങ്ങളൊക്കെ എന്താണ് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ബിക്കോസ് നമ്മൾ ഇപ്പം ഞാൻ 1-2 പ്രാവശ്യം വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ പോയിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പം റെഗുലർലി പല കാര്യത്തിനും പോകുന്ന ആൾക്കാരുണ്ടല്ലോ. എനിക്കിപ്പം അങ്ങനെ ഒരു കാര്യം വന്നില്ല വെച്ചാൽ അച്ഛനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാനിപ്പം അടുത്തിടെയാണ് ഞാൻ പോകുന്നത്. അപ്പം എനിക്കങ്ങനെ ഇനിയിപ്പോൾ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നോ 1-2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സും അവരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ പോയാൽ ചിലപ്പം അതാണ് കുറച്ച് ഇപ്പം നമ്മൾ ഈ വെബ് സീരീസ് തന്നെ പോലെ സമയത്ത് ഞാൻ പറയുന്നുണ്ട് അതിന് കുറച്ച് കാലതാമസം എടുക്കും എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി അത് വെച്ചാൽ അത് ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലേക്ക് ആ ഫയൽ പോകണം, പിന്നെ ഒരു അടുത്ത ടേബിളിലേക്ക് ഫയൽ പോകണം, പിന്നെ അവസാനമായിരിക്കും ഒരു മെയിൻ അവിടുത്തെ ഹെഡ് സൈൻ ചെയ്യുന്നത് അല്ലേ. അത് അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അതായത് ഇത് വെരിഫൈ ചെയ്താണല്ലോ പോകുന്നത്. അല്ലാതെ ഇത് വെറുതെ ടേബിളിൽ നിന്ന് എന്താണ് വെറുതെ ടൈം എടുക്കുന്നതല്ലല്ലോ. ഇത്രയും ജനങ്ങളുടെ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറയണത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടല്ല കാണിച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും ഒരു ഇതാണ്. അതായത് അവർക്ക് പരിമിതികളുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചാൽ ഇത്രയും വർക്ക് ലോഡാണ്. അപ്പോൾ അവർക്ക് ആ പരിമിതികളിൽ നിന്നാണ് അവർ ഇത് ചെയ്യുന്നത്. ഈ പരിമിതികൾ വരുന്ന ആൾക്കാർ നാച്ചുറലി മനസ്സിലാക്കില്ല. അവർക്ക് അവരുടെ കാര്യമാണ് പെട്ടെന്ന് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ അവർക്ക് നാച്ചുറലി അവർ ഇറിറ്റേറ്റ് ആവും. പിന്നെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസിഡൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് പക്ക അതേപോലെ അല്ല നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലയൊക്കെ ചേർത്ത് അത് എൻ്റർടൈനിങ് ആക്കിയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് ഭയങ്കര റിയൽ ലൈഫ് ആയാലും ആ ഒരു ഫീൽഡിലേക്ക് ഡോക്യുമെൻ്ററി ഫീൽഡിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ പല സ്റ്റാറുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനകത്ത് മിയയുടെ ഭയങ്കര രസമായിട്ടുള്ള ട്രോൾസൊക്കെ ഒരെണ്ണം വന്ന് കണ്ടിരുന്നു. അതായത് മറ്റേ അനാർക്കലിയിലും മെമ്മറീസിലൊക്കെ ഈ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വരുന്നു, അപ്പം ഇങ്ങോട്ട് ഊക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ട്രോളുകളൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ ഇപ്പം സുരേഷ് കൃഷ്ണ തന്നെ പറഞ്ഞു അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആയിരുന്നു, അതിനകത്ത് ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നത്. ആളുകൾ ബേസിക്കലി അദ്ദേഹം ചെയ്ത പടങ്ങൾക്കൊരു ഇപ്പോൾ കുറേ കൂടെ ഒരു എന്താ പറയുക ആൾക്കാർ തിരിച്ചു പോയി കാണുന്നുണ്ടല്ലോ, അതിനൊരു അങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ടല്ലോ. അപ്പം മിയേനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫിലിം സ്റ്റാർസിൽ ഫീമെയിൽ സ്റ്റാർസിൻ്റെ അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. ആളുകൾ ഇങ്ങനെ കൊളാബ് ചെയ്തൊക്കെ ഇവർ ചെയ്ത ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അധികം വന്ന് കണ്ടിട്ടില്ല. പൊതുവെ ഡെത്ത് സ്റ്റാർ അങ്ങനെയുള്ള പല സ്റ്റാറുകൾ പുരുഷ താരങ്ങൾക്കാണ് കിട്ടി കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് വന്നതിൽ സന്തോഷമുണ്ടോ? ഇങ്ങനെ എന്നെ നോട്ട് ചെയ്തു എന്നുള്ളതിൽ കാണുമ്പോഴത്തേക്കാണ് ഇപ്പൊ എല്ലാവരും ഇതുപോലത്തെ ഓരോ പട്ടങ്ങൾ കിട്ടിയ ആൾക്കാരും ഇത് കാണുമ്പോഴായിരിക്കും വേറെ ആരോ അയച്ചു കൊടുത്ത് ഇത് കാണുമ്പോഴായിരിക്കും ഓ ഈ സിനിമയിൽ അങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ തന്നെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കുമാണ് ഓ ഈ ഏതോ ചിലതൊക്കെ മറന്നു തന്നെ പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സീൻ തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാണുമ്പോഴാണ് വീണ്ടും ഓർത്തെടുക്കുന്നത്, ഓ ഈ സീൻ ഇങ്ങനെയായിരുന്നു, ഓ അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലേ എന്നൊക്കെ ഓർത്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് പട്ടം കിട്ടിയ എല്ലാ ആക്ടേഴ്സും അതെ വീണ്ടും ഓർത്തെടുക്കുകയായിരിക്കും ഇത്. കാരണം നമ്മളെപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നില്ലല്ലോ. ചേട്ടനൊക്കെ 100-150 പടം ചെയ്തു. ചേട്ടനും ചിലതൊക്കെ ഇപ്പൊ കാണുമ്പോഴേക്കും ഓർമ്മ വരുന്നതൊക്കെ അല്ലേ, അങ്ങനെ ആസ്പെക്ട് അതിനകത്തുണ്ട്. ഈ ലോൺ മേടിക്കുന്നു അല്ലെങ്കിൽ EMI എന്നൊക്കെ ഉള്ളൊരു കേസ്. എന്റെ കുത്തിപ്പൊക്കലല്ല നടന്നിരിക്കുന്നത്. ഈ കുത്തിപ്പൊക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പഴയ സാധനങ്ങൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസ് കുത്തിപ്പൊക്കി അല്ലെ സിനിമ ക്ലിപ്പിംഗ്സ് എടുത്തിട്ടാണല്ലോ ഈ നമ്മൾ പട്ടം കൊടുക്കുന്നത്. എന്റെ ഒരു കഴിഞ്ഞ 4 വർഷത്തെ പടങ്ങളുടെ ഒരു അടുപ്പിച്ച് ഈ ബാധ്യത പ്രാരാബ്ദമുള്ള ക്യാരക്ടേഴ്സ് വന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഈ കഥകൾ കേൾക്കുമ്പോൾ ക്യാരക്ടേഴ്സ് ഞാൻ ഒരിക്കലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. സിനിമയിൽ അഭിനയിച്ചു അപ്പോഴും ഒന്നും ആലോചിക്കുന്നില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാർ അവരത്രയും നമ്മുടെ ഡെഡിക്കേറ്റഡ് ആണ് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അത് ആക്ച്വലി പോസിറ്റീവ്ലി എടുക്കേണ്ടത്. സോ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ആൾക്കാർ നമ്മളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്.
അല്ലേ, അതന്നെ ഒരു ഇൻഫാക്ട് ഇഗ്നോർ ചെയ്യുന്നില്ലല്ലോ. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. ഇപ്പോൾ അമിതാണ് സോഷ്യൽ മീഡിയനെ 2 വിഭാഗമാക്കി തിരിച്ചിരിക്കുകയാണ്. അമിതിൻ്റെ അഭിനയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അമിതിൻ്റെ അഭിനയത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവർ. പിന്നെ ആ ഒരു എൻ്റയർ ഡിസ്കഷൻ വായിക്കാൻ ഭയങ്കര രസമാണ്. ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് ഇതിൻ്റെ ഓരോ പോയിന്റിനെയും, ശരിക്കും തിയേറ്ററിൽ കണ്ടവരും OTT കണ്ടവരും നമ്മൾ യുദ്ധമാണ് അമിതിനെ സംബന്ധിക്കുന്ന എല്ലാ പോസ്റ്റുകളിലും നിന്നാണ്. അമിതാണെങ്കിൽ അതിന് നല്ല രസമായിട്ട് ഓൺ എയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും. നിങ്ങളിവിടെ അടി വെടിപ്പുറയ്ക്ക് തീ കൊടുത്തിട്ട് അമിത് ഇങ്ങനെ ഇരിക്കുകയാണ്, അടി ഉണ്ടാക്കുന്നതൊക്കെ മറ്റുള്ളവര് ചിരിച്ചോണ്ടിരിക്കും. ആള് സിമ്പിൾ ആയിട്ടിരിക്കും, പക്ഷെ അവിടെ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു ഓഫീസിൽ ഇത് തിയേറ്ററിൽ കണ്ടവര് അമിത് സപ്പോർട്ടേഴ്സും, OTT കണ്ടവര് ഓക്കെ അത്ര അതങ്ങനെ റെഡി ആയിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് അത്രയ്ക്കൊന്നും പറയണം, നിങ്ങൾ അത്രയ്ക്ക് കുറ്റം പറയാനുള്ള അഭിനയമൊന്നും അതിനകത്തില്ല, നിങ്ങളത് മര്യാദയ്ക്ക് കാണാത്തതുകൊണ്ടാണ്. ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് ഫസ്റ്റ് തൊട്ട് കാണിക്കേണ്ടത്, അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അമിത് ഇതിനൊക്കെ ഫുൾ എൻജോയ്മെന്റ് മോഡിലാണോ എടുക്കുന്നത്? നമുക്ക് ഞാൻ എന്താ പറയുക, നമുക്ക് നമ്മുടെ അടുത്ത് നല്ലതെന്ന് പറയുന്ന അതേ സ്പിരിറ്റിൽ തന്നെയാണ് ചിലർക്ക് വർക്കായിരുന്നുണ്ടെങ്കിൽ അത് ആ സ്പിരിറ്റിൽ എടുക്കണം. ഞാൻ ചിന്തിക്കുന്ന അതാണ്. അടുത്ത ഇനി വരുന്ന ഇതുപോലുള്ള ജയമേന്ദ്രനായാലും നമുക്ക് വരുന്ന മുന്നോട്ടുള്ള വർക്കുകളായാലും അതൊക്കെ ഇറങ്ങുമ്പോൾ അവരെയും കൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവരെയും കൂടെ ഹാപ്പി ആക്കാൻ പറ്റണം. അല്ല കാര്യം നല്ലതും ചീത്തയും പറയണം, അത് വേണം. അത് ഒരു ബാലൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ള പരിപാടി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഭയങ്കര സ്ട്രെസ്ഡ് അല്ല ഒരിക്കലും. ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരുപാട് പേര് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ താഴെ ഡിസ്കഷൻ ആയതും. എനിക്ക് ആക്ച്വലി അതുകൊണ്ട് ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ കുറെ കൂടെ തയ്യാറായത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അത് ലൈഫിൽ ഒരുപാട് അനുഭവിച്ചവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടീവായിട്ട് അയക്കുന്നുണ്ട്. മീൻ ടൈം അതേപോലെ തന്നെ വർക്കാവാത്ത വളരെ ജെനുവിനായിട്ട് നമ്മുടെ അടുത്ത് ഇന്നത് കൊണ്ടായിരിക്കാം അത് വർക്കായില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കണവരുണ്ട്. അപ്പം നമുക്കത് ഭയങ്കര നമുക്കത് ഇതുവരെ ഞാൻ 10 കൊല്ലത്തോളം വർക്ക് ചെയ്ത് നമുക്ക് ഇതുവരെ ഉണ്ടാവാത്തൊരു കാര്യമാണ്. അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണുള്ളത് 100%. വേറെ സ്ട്രെസ് പരിപാടിയില്ല. അതായിരുന്നതിൽ സന്തോഷം. പിന്നെ ഷിൻസ്, ഞാൻ പേരിൻ്റെ കാര്യത്തിൽ ലൈക്ക് ഫുൾ നെയിം ഞാൻ ഇപ്പോഴാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കര പരിചയം. ഷിൻസ് ഷാനി, ഇത് എങ്ങനെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാനിതാ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ അവസാനം മലയാളത്തിൽ അടിച്ചു കൊടുത്തു. അദ്ദേഹത്തെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം ചില അഭിനേതാക്കൾക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ സംസാര രീതി തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു അഭിനേതാവാണ്. ഇപ്പോൾ ഏത് സിനിമയിൽ പല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും ആൾ വർത്താനം പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. എസ്പെഷ്യലി ആവാസ വിഭവത്തിലൊക്കെ ലോങ് നരേഷൻ ഇങ്ങനെ പറയുന്നത് പല പല മോഡിലേക്ക് ആൾ പോകുമല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ഈ സംസാര രീതിയെ പറ്റി ഇത് അഭിനയത്തിൽ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു നാച്ചുറലായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു സ്റ്റൈല്? ഞാൻ ഈ പറഞ്ഞ പോലെ ആവാസവിധത്തിലാണ് ഈ വൈപ്പിൻ ആണ്. അപ്പോൾ ഞാൻ വൈപ്പിൻകാരൻ തന്നെ ആയതുകൊണ്ട് ആ ശൈലി തന്നെയാണ്. അപ്പോൾ എനിക്ക് വലിയ പാടില്ലായിരുന്നു. പിന്നെ അതല്ലാതെ ഇപ്പോൾ ജയ് മഹേന്ദ്രനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അതുപോലെ എല്ലാന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. ആ ഒരു മറ്റേത് ഒരു എന്താ പറയുക കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു സംസാരം ഇപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ സംസാരിക്കുമ്പോൾ അതൊക്കെ വരുന്നുണ്ടാവും. ഇതിൽ അങ്ങനെ എല്ലാന്ന് തോന്നുന്നു. ഈ 1001 നുണകളിലായിരുന്നു പിന്നെ നമ്മൾ പെട്ടെന്നൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിൽ കുറച്ച് വയലൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു ദേഷ്യവും സ്ട്രെസ്സും ഒക്കെ കൂടിയിട്ടുള്ളൊരു വേഷം കിട്ടിയത്. അതും അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച പലർക്കും ഒരുപാട് അപ്രിസിയേഷൻസ് ഈ സിനിമയ്ക്ക് ശേഷം വന്നിട്ടുണ്ട്. അപ്പം ആ സിനിമയ്ക്ക് ശേഷം അത് വന്നപ്പോൾ വന്നിട്ടുള്ള ഒരു പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല മികച്ച രീതിയിലുള്ള കാരണം ഞാൻ അതുവരെ ചെയ്യാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടറായിരുന്നല്ലോ. ഒരു നെഗറ്റീവ് ഷെയ്ഡ് തോന്നുന്നു, എന്നാൽ അങ്ങനെ അല്ല പടം. അതെ അത് നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ തിയേറ്ററിൽ അല്ലായിരുന്നു, അത് സോണിയിൽ ആണല്ലോ. ഈ പറഞ്ഞ പോലെ ഞാൻ സോണിയുടെ കമ്പനി ആർട്ടിസ്റ്റാണെന്നാണ് ഇവിടെ പുരുഷപ്രേതം 1001 ഇപ്പോ ജയ് മഹേന്ദ്രൻ, ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടുള്ള സീരീസ് സോണിക്കാരൊരു എഗ്രിമെന്റ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്ന ആളെ കാസ്റ്റ് ചെയ്യണം എന്നാലും ഇതിൽ സീല് വെക്കൂ. ഇത് മറ്റേ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും സോണിയിൽ. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചതിൽ ഇപ്പോൾ പഞ്ചായത്ത് പോലെയുള്ള സീരീസുകൾ എന്ന് പറഞ്ഞു, അപ്പോൾ അത് എല്ലാ ലാംഗ്വേജിലും വർക്കായിട്ടുണ്ട്. ഈ നാട്ടുകാർ അവരുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സീരീസ് കേരളത്തിലാണ് സെറ്റ് ചെയ്യുന്നത് എങ്കിലും
നിങ്ങളൊരു ലോങ്, എസ്പെഷ്യലി ഇത് OTT-ൽ റിലീസ് ചെയ്യുന്നത് കൊണ്ട് ഇത് പല ഭാഷകളിലുള്ള ആളുകൾക്ക് കണക്റ്റ് ആവും. നിങ്ങൾക്കത് അഭിനയിക്കുന്ന സമയത്തെ തോന്നിയിരുന്നത് സംതിങ് എന്താണോ ഏറ്റവും ലോക്കലായിട്ട് നമ്മൾ പിടിക്കുന്നത്, റൂട്ടറായിട്ട് പിടിക്കുന്നത്, അതാണ് ഏറ്റവും യൂണിവേഴ്സൽ ആവാന്നാണ് സിനിമേനെ പറ്റി എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സീരീസ് ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഇത് എല്ലാ സ്ഥലത്തും വർക്കാവും ഇന്ത്യയിലും? ഇത് കേട്ടപ്പോഴേ നമുക്ക് അറിയായിരുന്നു. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള കാര്യമാണ് ഈ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കോർപ്പറേഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതാണ്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാന്നുള്ളത് നമുക്ക് കേട്ടപ്പോഴേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പിന്നുള്ളൊരു കാര്യം, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ ഒരു മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പം നമ്മൾ പേഴ്സണലി എടുക്കുവാണെങ്കിലും ഈ ഒരു നമ്മുടെ ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്ന ഈ സീരീസിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലായിടത്തും യൂണിവേഴ്സലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും നമുക്ക് കൊണ്ടുവെക്കാവുന്ന ഒരു കാര്യമാണ്. ഓൾസോ നമ്മൾ പേഴ്സണലി നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മളൊക്കെ ഇതുപോലെ പോയിട്ടുള്ളവരാണ്. കരമടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പറായിട്ട് നമ്മൾ പോയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ ആധാർ വരെ നമ്മൾ പലത് അല്ലേ, അതെ, അതിനൊക്കെ നമ്മളൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് സംടൈംസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ഇതുപോലെ ഒരു റവന്യൂ ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ കയറാതിരിക്കത്തില്ല. അപ്പോൾ ആ ഒരു റിലേറ്റബിൾ കാര്യമാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും വർക്ക് ആവുന്നൊരു വിശ്വാസം എനിക്ക് കേട്ടപ്പോഴേ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു തീം ഈ ബ്യൂറോക്രസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സീരീസുകളും സിനിമകളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും അങ്ങനെ ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട്. അപ്പം ജയ് മഹേന്ദ്രനെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ആകർഷിച്ച ഒരു പുതിയ ഘടകം? അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ക്യാരക്ടർ കുറച്ച് പുതുമയുള്ളതാണോ? 4 പേർക്ക് എന്താണ് ജയ് മഹേന്ദ്ര നിങ്ങൾ ഒരു കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ വന്നത്? ശരി, നായകൻ പറയൂ, എന്താണ് കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ? ഈ സ്ക്രിപ്റ്റ് ഒരു മോശം സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ സീരീസ് ചെയ്തേനെ. എന്ന് വെച്ചാൽ എനിക്ക് ഈ ടീമിനെ, ഫിലിം മേക്കറിനെ, റൈറ്ററിനെയൊക്കെ നല്ല വിശ്വാസമാണ്. രണ്ടാമത്തെ സോണി ലെവലിലാണ് ഇത് സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിലൊരു പാക്കേജാണ്. ഞാനത് എന്തായാലും ഞാൻ സ്ക്രിപ്റ്റ് പോലും വായിച്ചിട്ടില്ല. ഷൂട്ടിംഗ് സീരിയസ്ലി വിചാരിച്ചില്ലട്ടോ, നന്നായിട്ടുണ്ട്. എക്സാക്ട്ലി അങ്ങനെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. ലൈക്ക് ചേട്ടൻ വായിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എങ്ങനെയായിരുന്നു ഇപ്പം ഇതിന്റെ റിലേറ്റബിലിറ്റി? ഒരു പോസിറ്റീവ് ഫാക്ടർ ആയിരുന്നു. ഓൾസോ എനിക്ക് സോണി ലിവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്കൊരു, കാരണം ഞാൻ സീരീസുകൾ കാണാറുള്ള ഒരാളാണ്, പക്ഷെ ഞാൻ ഒന്നിൻ്റെ ഭാഗമായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് സോണി ലിവിലേക്ക് വരുന്ന ഒരു സീരീസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ഒരു നല്ല റിലീസ് ഉണ്ടാവും, എനിക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഓഡിയൻസിലേക്കും കൂടെ എനിക്ക് എത്താൻ പറ്റും. പിന്നെ അതൊരു പുതിയൊരു ഇപ്പോഴത്തെ ഏറ്റവും ഒരു ന്യൂ കൾച്ചറാണ് അല്ലേ സീരീസ് എന്ന് പറയുന്നത്. എല്ലാവരും അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിലേക്കും കൂടെ എനിക്ക് എത്താൻ പറ്റും. മറ്റ് പല ലാംഗ്വേജിലേക്കും കൂടെ ഇത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതെ, അത്തരം ഒരു എക്സ്പോഷറും കൂടെ എനിക്ക് വരും എന്നുള്ളൊരു ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് എന്താ പറയുന്നത്, ഒരു പേഴ്സണൽ സന്തോഷമായിട്ട് തോന്നിയത് ഇതിനകത്തെ എൻ്റെ സീൻസൊക്കെയും ഞാനും ചേട്ടനും കൂടെയാണ്, എനിക്കുള്ള സീനുകൾ കൂടുതലും ചേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത എൻ്റെ ആ സീനുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സീനുകളോടുള്ള ഒരു ഇഷ്ടവും എനിക്കത് പ്ലേ ചെയ്യണം, ആ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്, അതൊക്കെ ഇഷ്ടവും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കിതിലേക്ക് എന്തായാലും വരണം എന്നുള്ളൊരു കാര്യം തോന്നിയത്. ഇപ്പോൾ അമിതിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്താ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം? ഞാൻ ഒരാവശ്യവുമായിട്ട് ഇവിടെ വന്ന് കയറുന്നതാണ്. അവിടെ വന്ന് കയറുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ എനിക്കിതിൻ്റെ ഡയറക്ടർ ശ്രീകാന്തിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ശ്രീകാന്തിനെ എനിക്ക് രാവിലേട്ടനൊക്കെ നേരത്തെ അറിയാം. അപ്പോൾ ഞാൻ ഈ മീൻ ടൈം എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ മിഡിൽ എന്തോ ആണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വെറുതെ എനിക്കൊരു വർക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ പുരുഷപ്രേതം ഇതേപോലെ സോണി ലിവിലാണ് റിലീസ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ജയ് മഹീന്ദ്രൻ എന്നുള്ള പരിപാടി ശ്രീകാന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു, എന്തൊരു തന്നേ പറ്റുള്ളൂ താടാ. അങ്ങനെ ഞാനും സോണി ലിവിന്റെ ആളായി മാറി. അങ്ങനെ ഞാൻ ചോദിച്ചു. ശ്രീകാന്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വിളിച്ചിട്ട് ഒരു പരിപാടിയുണ്ട്, ഇങ്ങനെ ടെറൈൻ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞു പരിപാടിയാണ്, അത് ചെയ്യുന്നു. അതാണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു ക്യാരക്ടറായിട്ട് മാറുമായിരിക്കാം, എനിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് ആവശ്യമായിരുന്നു, അങ്ങനെ പോയി ചെയ്തു. സോണി ലിവ് പറഞ്ഞാൽ തട്ടാറുണ്ടാവില്ല. അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾ അതിന് മുന്നേ ഇതേ ടീം ഞങ്ങൾ വേറൊരു സീരീസ് ചെയ്ത് കഴിഞ്ഞ് ഇരിക്കുന്ന സമയമായിരുന്നു.
അപ്പോൾ അതിലെ ചീഫായിരുന്നു ഇതിൻ്റെ ഡയറക്ടർ. അതേ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി അടുത്ത തുടങ്ങിയപ്പോൾ അടുത്തതിൽ അങ്ങനെയാണ്. വേറെ എന്താ പറയുക, ഇവരൊക്കെ കുറെ വർഷമായിട്ട് ഇതൊരു കുടുംബമായിട്ട് ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ലേറ്റ് ആയിട്ട് ഈ കുടുംബത്തിലോട്ട് കയറിയ ആള്. ഇതിൽ കയറിയാൽ പിന്നെ അങ്ങനെ ഇറങ്ങേണ്ടി വരുള്ളൂ ഡയറക്ഷൻ റൈറ്റർ ആ ഫാമിലിയിലെ ഇവർ 3 പേരും ഉണ്ടായിരുന്നതാണ്. എനിക്ക് ആകെ ബന്ധം ഉണ്ടായിരുന്നത് സോണി ലിവായിട്ടാണ്. കാരണം എൻ്റെ ലാസ്റ്റ് ഫിലിം തലവൻ വന്നത് സോണി ലിവിലാണ്. അപ്പോൾ എനിക്ക് സോണി ലിവായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. പക്ഷെ ലേറ്റ് ആയിട്ട് ഈ ഫാമിലിയിലോട്ട് കയറിയിരുന്നു. ഇപ്പോൾ ഭരതനാട്യം OTT-ൽ വലിയ ചർച്ചയാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടൊരു പ്രൊഡ്യൂസറായിട്ട് ചെയ്തൊരു സിനിമ അത് തിയേറ്ററിൽ വന്നതിന് ശേഷം പിന്നീട് OTT-ൽ വരുമ്പോഴാണ് അപ്പോൾ അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ സായ്കുമാറിന് ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട ഒരു ഗംഭീര പെർഫോമൻസ്, സിനിമയുടെ സ്റ്റോറി ഭയങ്കര റിലേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ വളരെ വളരെ സന്തോഷത്തിലാണോ? എങ്ങനെയാണ് പ്രൊഡ്യൂസർ ഈ OTT ചർച്ചകളെ കാണുന്നത്? OTT ചർച്ചകളിൽ ഭയങ്കര സന്തോഷത്തിലാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് ഇനി കൺവേർട്ട് ആകണം. ഇനിയിപ്പം ഈ തിയേറ്ററിൽ ടിക്കറ്റ്സ് കൺവേർട്ട് ആയില്ല, പക്ഷേ OTT-ൽ വ്യൂസ് അത് ഇപ്പം മൾട്ടിപ്ലൈ ആകുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറം മൾട്ടിപ്ലൈ ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പാർട്ട്ണർ തോമസ് ചേട്ടനുമായിട്ട് സംസാരിക്കുമായിരുന്നു. സൈജു, നമ്മൾ വിചാരിച്ചത് ആക്ച്വലി 1 മാസമൊക്കെ എടുക്കും ഇത്രയും മണിക്കൂർ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല 3 ദിവസത്തിനകം ഇത്രയൊക്കെ ആൾക്കാർ കാണുമെന്ന്. നമ്മൾ അത്ര വിചാരിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ല. പക്ഷേ അതിനേക്കാളുമൊക്കെ എത്രയോ ടൈംസാണ് ആൾക്കാർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. സോ അതൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്നുണ്ട്. ഞാൻ പിന്നെ ഈ തിയേറ്റർ റിലീസിനെ പറ്റി ഞാനിപ്പം ആലോചിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ ഇതിനെപ്പറ്റി ഞാൻ ഓർക്കുന്നത്. ചില മനപ്പുറം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അതൊരു ഭയങ്കര കാലഘട്ടമായിരുന്നു 2 ആഴ്ച. അയ്യോ, അത് തിയേറ്ററിൽ ആൾ വരുന്നില്ല. സോ അത് ഇങ്ങനെ നമുക്കിങ്ങനെ നെഞ്ചത്തിങ്ങനെ കുത്തുമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ഡിപ്രസ്ഡാണ്. ഇവിടെ ഇവരൊന്നും എന്നെ കണ്ടിട്ടില്ല. ശ്രീകുട്ടൻ, നമ്മുടെ ഡയറക്ടറും രാഹുലൊക്കെ ആ സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇവർക്ക് ശരിക്കറിയാം. ഞാൻ വേറെ ഏതൊരു ലോകത്താണ്, ഇങ്ങനെ ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, മനസ്സിലായില്ലേ. പക്ഷേ അതിൽ നിന്ന് ഒക്കെ ഈ ഓരോ ആൾക്കാർ നമ്മളിടുന്ന പോസ്റ്റിൽ ഓരോ കമൻറ്റ് അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ചെയ്യുന്നു അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുന്നു, അതൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. സോ വി ആർ റിയലി എക്സൈറ്റഡ്. ഹോൾ ടീം ഓഫ് ഭരതനാട്യം ഈസ് റിയലി എക്സൈറ്റഡ്. സൺഡേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഒരു റീച്ച് കിട്ടിയെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വന്നത്. അങ്ങനെ ഇപ്പം ഓരോ ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കൽ നിർത്തിയായിരുന്നു, ബാക്കി ടീം മെമ്പേഴ്സ്. എന്ന് വെച്ചാൽ എല്ലാവരും വിഷമത്തിലാണ്. അപ്പം നമ്മൾ വിളിച്ചിട്ട് എന്താണ്, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പടത്തിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ. നമ്മൾ സഹകരിച്ച് എല്ലാവരും കൂടെ അസോസിയേറ്റ് ചെയ്ത ഒരു പടത്തിൻ്റെ അവസ്ഥ ഇതായിപ്പോയി. അപ്പോൾ നമ്മളെല്ലാവരും വിഷമത്തിലാണ്. ഞങ്ങൾ സൺഡേ ഒക്കെ കഴിഞ്ഞപ്പോഴാണ്, ഇന്നലെ തൊട്ടൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടോട്ട് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് കാണണം. ഇത് ആ റിലീസ് സമയത്ത് ഇതൊന്നും നടന്നിട്ടില്ല, ബിക്കോസ് ഓൾ വെർ അപ്സെറ്റ്. അതെ. ഇപ്പോൾ വാഴയുടെ കാര്യത്തിൽ തിയേറ്ററിൽ ഭയങ്കര വർക്കാവുകയും OTT-ൽ എത്തിയ ശേഷം ഇങ്ങനെ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരും. പക്ഷെ ഭരതനാട്യത്തിൻ്റെ കാര്യത്തിൽ അത് ലൈക്ക് തിയേറ്ററിൽ ഇതൊരു ഫാമിലി കൈൻഡ് ഓഫ് മൂവി എല്ലാമാണ്. അപ്പോൾ അത് തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ ടിക്കറ്റിലേക്ക് കൺവേർട്ട് ആവുന്നില്ല. പക്ഷെ OTT-ൽ എത്തിയിട്ട് കാണുന്നത് തിയേറ്ററിൽ വന്ന് കാണാൻ സാധിക്കുമായിരുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ്. OTT-ൽ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവണമെങ്കിലൊക്കെ അത് സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് വരുന്നത്. എന്താണ് അവിടെ ഒരു സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നോക്കാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടോ? അതൊരു ഭയങ്കര ചോദ്യമാണ്. ഇത് അറിയായിരുന്നെങ്കിൽ ഭരതനാട്യം ഹിറ്റാക്കിയനെ ഞാൻ. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് എക്സാക്ട്ലി അറിയില്ല. ഇത് ഏത് പടമാണ് ഹിറ്റാവുന്നത്, ഏത് പടമാണ് ഓടാത്തത്, ഏത് ആവറേജ് പോവും, ഇതിനൊരു ഫോർമുലയേ ഇല്ല. ഈ ഫോർമുല അറിയായിരുന്നെങ്കിൽ പിന്നെ നമ്മളങ്ങ് തകർത്തേനെ. അതെ. അപ്പോൾ ഈ ഫോർമുല അറിയായിരുന്നെങ്കിൽ തിയേറ്ററിൽ കാണിച്ച സിനിമയും ഈ OTT-ൽ വന്ന സിനിമയും രണ്ടും ഒന്നാണ്. പക്ഷേ എന്താണ് ആ ഇഷ്ടത്തിന്റെ വ്യത്യാസം വന്നതെന്നുള്ളത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഞാനും ഇന്നൊരാളുടെ അടുത്ത് സംസാരിക്കുക ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ അകത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു ആട് 1 റിലീസായപ്പോഴത്തേക്കും തിയേറ്ററിൽ ആദ്യമൊക്കെ ഭയങ്കര ഓളുണ്ടായി. പിന്നെ അത് 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അതങ്ങ് ഇരുന്നു. ഓക്കെ. പക്ഷെ ഇത് CD-യിൽ ഭയങ്കരമായിട്ട് കത്തി, DVD-യിൽ. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എനിക്കറിയാം. അതിൻ്റെ അകത്ത് കുറച്ച് സീൻസ് മാറ്റിയായിരുന്നു, റീഎഡിറ്റ് ചെയ്തിരുന്നത്. അപ്പം അതായിരിക്കാം, അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ അതായിരിക്കാം. ഓക്കെ. പക്ഷേ ഇപ്പം നമ്മുടെ പടത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു മാറ്റം വരുത്തിയിട്ടില്ല, ഒരു സീൻ്റെ കാൽഭാഗം പോലും മാറ്റിയിട്ടില്ല.
പക്ഷെ അതൊരു മിസ്റ്ററിയാണ്, അതൊരു മിസ്റ്ററിയാണ്. അത് ഭയങ്കര കൺഫ്യൂസിങ് ചോദ്യം. അല്ലേ? അല്ല, അത് നമുക്ക് ആർക്കും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് കുറെ നാൾ ഇപ്പൊ ദേവദൂതന്റെ കാര്യത്തിലും അന്നത് വർക്ക് ആവുന്നില്ല, പക്ഷെ ഇന്നത് റിലീസ് സമയത്ത് കോടികളാണ് നേടുന്നത്, വളരെ ഹിറ്റ് ആവുന്നു. അപ്പം സംതിങ് വളരെ കുറച്ച് സമയമാണ് നിങ്ങളെല്ലാവരും സംസാരിക്കാൻ കിട്ടിയത്. അപ്പോൾ ജയ് മഹേന്ദ്ര ഒരു ഇതേ പറഞ്ഞ പോലെ ലോകം മുഴുവൻ ജസ്റ്റ് ഇന്ത്യയിലൊന്നും മാത്രമല്ല, സോണി ലിവിന്റെ ബാക്കി സ്ഥലങ്ങളിലും ആകെ OTT പ്ലാറ്റ്ഫോമിൽ ഉള്ളു കേട്ടോ. തിയേറ്ററിൽ നമ്മളില്ല, നമുക്ക് OTT പ്ലാറ്റ്ഫോം സോണി ലിവിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്തായാലും ഇഷ്ടപ്പെടട്ടെ. അല്ല, ഇതില് അതാണ് ഏറ്റവും വലിയ സമാധാനം എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കണ്ടല്ലോ, ചുമന്നോ എന്ന് അല്ലേ. എന്നുവെച്ചാൽ ഈ പച്ച കാണുമ്പോൾ ഇല്ലെന്ന്, ആക്ച്വലി പച്ചയാണ് ഗ്രീൻ സിഗ്നൽ, നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ ബുക്ക് മൈ ഷോയിൽ റെഡാണ് കാണാൻ നമുക്ക് താല്പര്യം. നമുക്ക് ഡേഞ്ചർ അവിടെ ഇഷ്ടം. അതിൽ റെഡ് ആയാൽ ഡേഞ്ചർ, അപ്പോൾ നല്ലതാണ്, ഹൗസ്ഫുൾ ആവുന്നുണ്ട്. പച്ച കണ്ടാൽ തകർന്നു പോകും നമ്മൾ. പക്ഷേ സൈജു ഗ്രൂപ്പ് എന്തായാലും ഒരു നല്ല സിനിമ, ലൈക്ക് എന്തായാലും ഒരു നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിർമ്മാതാവാണ് എന്നുള്ളതുണ്ട്. തിയേറ്റർ, OTT, വാട്ട് എവർ ഇറ്റ് ഈസ്, കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ സൈജു ഗ്രൂപ്പിൻ്റെ നല്ല നല്ല സിനിമകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ജയ് മഹേന്ദ്ര ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ട് OTT പ്രേക്ഷകരുടെ മുമ്പിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. Thank you.